ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ മഞ്ജുശ്രീ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കേരള സ്റ്റൈൽ മീൻകറിയാണ് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. തേങ്ങ അരച്ചുണ്ടാക്കുന്ന ഈ മീൻകറിയിൽ കുടംപുളി ഞാൻ ഉപയോഗിക്കുന്നില്ല. പുളിക്ക് വേണ്ടിയിട്ട് മാങ്ങയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. 200 ഗ്രാം സ്രാവ് മീനാണ് മീൻകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. ഇതേപോലെ കട്ടിയുള്ള ഏത് മീൻ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതേ രീതിയിൽ തന്നെ മീൻകറി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. പിന്നെ വേണ്ടത് മീഡിയം സൈസിലുള്ള നല്ല പുളിയുള്ള ഒരു മാങ്ങയാണ്. നമ്മൾ പച്ചമാങ്ങ തിരഞ്ഞെടുക്കുമ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല പുളിയുള്ള മാങ്ങ തന്നെ തിരഞ്ഞെടുക്കണം. കാരണം ഈ കറിയിൽ നമ്മൾ എക്സ്ട്രാ ഒരു പുളിയും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ നല്ല പുളിയുള്ള മാങ്ങ തന്നെ തിരഞ്ഞെടുക്കുക. എന്നിട്ട് അതിൻ്റെ സ്കിന്നൊക്കെ മാറ്റിയതിന് ശേഷം മീഡിയം സൈസുള്ള കഷ്ണങ്ങളായിട്ട് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ഇവിടെ ഒരു 8 തൊട്ട് 10 വരെ ചെറിയ ഉള്ളി ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി ചതച്ചെടുത്തത്, വെളുത്തുള്ളി ചതച്ചെടുത്തത്, 1-2 പച്ചമുളക് കീറിയത്, കറിവേപ്പില, 1-2 വറ്റൽമുളക്, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 3 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉലുവ. ആദ്യം തന്നെ നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. ഞാനിന്ന് ഈ മൺചട്ടിയിലാണ് മീൻകറി ഉണ്ടാക്കുന്നത്. നമുക്കറിയാം, സാധാരണ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഉണ്ടാക്കുന്ന മീൻകറിയേക്കാളും കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും എപ്പോഴും മൺപാത്രങ്ങളിൽ നമ്മൾ മീൻകറിയൊക്കെ ഉണ്ടാക്കിയാൽ. എന്നിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ നന്നായിട്ട് മൂത്ത് വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, വറ്റൽമുളക് ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു നല്ല ബ്രൗൺ കളർ വരുന്ന വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നല്ല ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ വേണം നമുക്ക് ഇതിനകത്തേക്ക് 3 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം നന്നായിട്ട് താത്തി കൊടുക്കണം. അല്ലെങ്കിൽ ഈ പൊടികൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ഞാനിപ്പോൾ 1 ഗ്ലാസ് ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഈ ഗ്രേവി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇതിപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള 200 ഗ്രാം സ്രാവ് മീൻ ചേർത്ത് കൊടുക്കുകയാണ്. അതേപോലെ മാങ്ങയും നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഇനി എക്സ്ട്രാ നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഉള്ള വെള്ളത്തിൽ തന്നെ ഇരുന്ന് ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരണം. മാങ്ങയും മീനും ഒക്കെ നന്നായിട്ട് വെന്ത് സോഫ്റ്റായിട്ട് വരണം. അപ്പോൾ ഇതിൽ ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. ഇപ്പോൾ 10-15 മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മീൻകറി ഇവിടെ നന്നായിട്ട് വെന്ത് തയ്യാറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു കഷ്ണം മാങ്ങ എടുത്തിട്ട് ഞാനൊന്ന് ഉടച്ച് നോക്കിയാണ് വെന്തിട്ടുണ്ടോ എന്നറിയാം. നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ മീൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് 1 മുറി തേങ്ങയാണ്. 1 മുറി തേങ്ങ നല്ല വെണ്ണ പോലെ ഞാൻ അരച്ചെടുത്താണ്. കുറച്ച് വെള്ളത്തിലാണ് അരച്ചെടുത്തത്. അപ്പോൾ അതുകൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു പ്രത്യേക കാര്യം, ഈ തേങ്ങ ഞാൻ വറുത്തെടുത്തിട്ടൊന്നുമില്ല. പച്ചത്തേങ്ങ അതുപോലെ തന്നെ നന്നായിട്ട് അരച്ചെടുത്താണ്. അപ്പോൾ നമ്മൾ വറക്കേണ്ട ആവശ്യമൊന്നുമില്ല. പച്ചത്തേങ്ങ അരച്ചെടുത്താൽ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് മീൻകറി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മീൻകറി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഞാൻ അതിലേക്ക് 1 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. അതേപോലെ 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോഴാണ് ഈ വെളിച്ചെണ്ണ ഈ കറിയുടെ എല്ലാ സൈഡിലേക്കും എത്തുകയുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് തേങ്ങ അരച്ച് വെച്ച മീൻകറി തയ്യാറാക്കാൻ സാധിക്കും. നിങ്ങളിതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതേപോലുള്ള മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.